എനിക്ക് എരിവുള്ള സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ചോറിന്റെ കൂടെ വെറുതെ മുളക് കടിച്ച് തിന്നണ ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ കാന്താരി കിട്ടിയ വെറുതെ വിടും. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനൊരു അച്ചാറുണ്ടാക്കി. വെറുതെ പറയല്ലാട്ടാ, വേറെ ഒന്നുമില്ലെങ്കിൽ ഈ അച്ചാർ കൂട്ടി നമ്മളൊരു പ്ലേറ്റ് ചോറ്. പിന്നെ കഴിക്കാനെടുക്കുമ്പോൾ ഇത്ര എടുക്കണ്ടാട്ടാ, ഭയങ്കര എരിവ്. വയറ് പോകഞ്ഞ് പണ്ടാറടങ്ങും. അതുകൊണ്ട് കഴിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് കഴിക്കണട്ടാ. ഇനി ഞാൻ ഈ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം. ഞാനിട്ട് എല്ലാ സാധനത്തിലും കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം പാടില്ല എന്നാണ്, പക്ഷെ എന്റെ അച്ചാറിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതുവരെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് വഴന്നു വരുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിൽ മുളക് പൊടിയോ അച്ചാർ പൊടിയോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഇതിൽ കാന്താരി ഇടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പൊ നമ്മൾ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചേർന്ന് ഇത് വഴറ്റണോട്ടോ, ഒന്ന് വാട്ടിയെടുക്കണം. എന്നാ ഒരുപാട് വഴറ്റാനും പാടില്ല. ഇനി ഇതിലോട്ട് ഉപ്പും പിന്നെ കുറച്ച് ചോർക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കുന്ന കഴിഞ്ഞിട്ടില്ല, ഇനിയും സാധനങ്ങൾ ഇടാനുണ്ട്. ഇതിൽ വേറെ പൊടികളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഒട്ടും വിഷമിക്കേണ്ട. ഇതിന്റെ ഗ്രേവിക്ക് ഒടുക്കത്തെ ടേസ്റ്റ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയും കടുകും കായും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചതും കൂടെ. അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് 2 ദിവസം എടുത്ത് വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഒടുക്കത്തെ ടേസ്റ്റ്.